പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് തിരുസഭ ജീവിതത്തെക്കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ധ്യാന പരമ്പരയിൽ ചിന്തിച്ചു കൊണ്ടുവന്നത് കാനാൻ ദേശത്തേക്കുള്ള ഒരു വിശ്വാസിയുടെ യാത്രയെക്കുറിച്ചാണ്. കാനാൻ ദേശത്തേക്കുള്ള ഈ മരുഭൂമി അനുഭവത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടമാക്കുന്ന അനുഭവങ്ങളാണ് പാപകരമായ അനുഭവങ്ങൾ, പാപ സാഹചര്യങ്ങൾ എന്ന് നാം വിശദീകരിക്കുകയുണ്ടായി. ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന വേദിയാണ് ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങൾ എന്ന സത്യം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നാം ധ്യാനിക്കുക ഈ കാനാൻ ദേശ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അതായത് ഈ ഭൂമിയിലെ കാനാൻ ദേശം, പറുദീസായിൽ കാനാൻ ദേശത്തിൽ പ്രതീകവൽക്കരിക്കപ്പെട്ടത് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയെക്കുറിച്ചാണ് എന്ന് സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സഭാജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്, തിരുസഭ എന്ന് പറയുന്നത് ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ആണ് എന്നാരും വിചാരിക്കരുത്. അതായത് മനുഷ്യരായിരിക്കുന്ന നമ്മൾ വിവിധ ആവശ്യങ്ങളെ പ്രമാണിച്ച് വിവിധ സംഘടനകളിൽ അംഗങ്ങളാകുന്നു. സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള മനുഷ്യർ അതിന് പറ്റിയ സംഘടനകളിൽ അംഗമാകുന്നു. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവർ ആ പ്രസ്ഥാനത്തിൽ അംഗമാകുന്നു. കോൺഗ്രസ് ചിന്താഗതിയുള്ളവർ കോൺഗ്രസിൻ്റെ കൂടെ കൂടുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഏതോ ഒരു പ്രസ്ഥാനമാണ്, ഒരു ചിന്താഗതിക്ക് ആനുപാതികമായി തിരഞ്ഞെടുക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് സഭ എന്ന് ആരും വിചാരിക്കരുത്. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. പലരും പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, സഭയ്ക്ക് പുറമെ രക്ഷയുണ്ടോ രക്ഷയില്ലയോ എന്നുള്ളത് കൃത്യമായി പറയണം. സഭ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മതസംവിധാനം പോലെ പലരും തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുക. സഭ പണ്ട് അങ്ങനെ ഒരു അബദ്ധം പഠിപ്പിച്ചു, സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അത് തെറ്റാണെന്ന് തിരുത്തി എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു അബദ്ധം പലപ്പോഴും നമ്മുടെ ചിന്താധാരയിലുണ്ട്. സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന് പറയുന്നതും ക്രിസ്തുവിന് പുറമെ രക്ഷയില്ല എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ തക്ക വിധത്തിലാണ് സുവിശേഷങ്ങൾ തിരുസഭയെ അവതരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കും. സഭയ്ക്ക് പുറമേ ഉള്ളത് ഒന്നേ ഉള്ളൂ, അത് ദൈവ സാന്നിധ്യത്തിൻ്റെ നിഷേധമായ നരകം മാത്രമേ ഉള്ളൂ. അതാണ് നാം തിരിച്ചറിയേണ്ട വലിയ സത്യം. സഭയും ലോകത്തിലെ ഇതര മതങ്ങളും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യാത്മകമായിട്ടല്ല സുവിശേഷം ഒരിക്കലും സഭയെ അവതരിപ്പിക്കുക. സഭ എന്ന് പറയുന്നത് അതിന് വിരുദ്ധമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നരകം മാത്രം. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞു, നാരകീയ ശക്തികൾ ഇതിനെതിരെ പ്രബലപ്പെടില്ല. ബാക്കിയെല്ലാം തിരുസഭയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതര മതങ്ങളെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് കൊണ്ടാണ് അവയെല്ലാം ദൈവപുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാകര രഹസ്യം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവയാണ്. അവയെല്ലാം സുവിശേഷത്തിനുള്ള ഒരുക്കവേദികളാണ് എന്ന് പറയുമ്പോൾ എല്ലാ മതത്തിലും ഏകസത്യ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ സത്യത്തിൻ്റെ അംശങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതര മതങ്ങളെ സഭയ്ക്ക് വിരുദ്ധമായ ഒരു യാഥാർത്ഥ്യമായിട്ടല്ല തിരുവചനങ്ങളോ അല്ലെങ്കിൽ സഭാപ്രബോധനങ്ങളോ വ്യാഖ്യാനിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. മറിച്ച് സഭ എന്നതിനെ ക്രിസ്തുവുമായിട്ടാണ് ഐക്യപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ കൈവന്ന രക്ഷ കേവലം ക്രിസ്ത്യാനികൾക്ക് മാത്രമായിരുന്നില്ല, സകല സൃഷ്ടപ്രപഞ്ചത്തിനും വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. ആ രക്ഷയിൽ ഭാഗഭാഗിത്വം വേണ്ട എന്ന് പറഞ്ഞ് മാറിയ നിൽക്കുന്ന അവസ്ഥയെയാണ് നരകം എന്ന് നാം വിശേഷിപ്പിക്കുക. അതുകൊണ്ട് സഭയ്ക്ക് വിരുദ്ധമായത്, സഭയിൽ ഉൾപ്പെടാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നിയതമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് നരകം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ തിരുസഭയുടെ ഭാഗമാണ്.
കാരണം മിശിഹായിലൂടെ കൈവരുന്ന രക്ഷ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയാണ് എങ്കിൽ ഈ സഭ നിലകൊള്ളുന്നത് സകലർക്കും വേണ്ടിയാണ് എന്ന സത്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സഭയെ തകർക്കാൻ ശ്രമിച്ചാൽ ആർക്കും പറ്റില്ല എന്ന് മിശിഹ പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ്. നെപ്പോളിയൻ ചക്രവർത്തിയും അതുപോലെ പയസ് ഏഴാമൻ മാർപ്പാപ്പായും തമ്മിൽ നടന്ന ഒരു നർമ്മരസം കലർന്ന സംഭാഷണത്തെക്കുറിച്ച് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചക്രവർത്തിയെ കണ്ടപ്പോൾ പാപ്പ എഴുന്നേറ്റ് നിന്നില്ല. ചക്രവർത്തി ഇത് കോപാകുലനാക്കി. ചക്രവർത്തി പാപ്പായെ ഭീഷണിപ്പെടുത്തി, ഇയാൾ എന്നെ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ല എങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ കത്തോലിക്കാ സഭയെ മുച്ചൂടും നശിപ്പിക്കും. ഇതായിരുന്നു നെപ്പോളിയന്റെ ഭീഷണി. സ്വതവേ നർമ്മരസത്തിൽ സംസാരിച്ച മാർപ്പാപ്പ നെപ്പോളിയനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ നെപ്പോളിയ, നീ ചുമ്മാ മെനക്കെടുന്നത്. കാരണം ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങളും മെത്രാന്മാരും മാർപ്പാപ്പാമാരും കൂടി ഇത്രയും കാലം പരിശ്രമിച്ചിട്ടും ഈ സഭയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നീ ഒരാൾ വിചാരിച്ചാൽ എവിടെ നശിപ്പിക്കാനാണ്? മാർപ്പാപ്പ ഒരു വലിയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുക. സഭയുടെ പുറമേ നിന്നുള്ള ശക്തികളും സഭയുടെ ഉള്ളിൽ നിന്നുള്ള ശക്തികളും എല്ലാം സുവിശേഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായും ക്രിസ്തീയ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായും പ്രവർത്തിച്ച കാലഘട്ടങ്ങളുണ്ടായിരുന്നു. മധ്യകാലം, ഇരുണ്ട യുഗം എന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങളിൽ സഭാ നേതൃത്വം സുവിശേഷത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാലത്ത് പോലും ഈ സഭ തകരാതെ നിന്നതിൻ്റെ കാരണം സഭ ഒരു മാനുഷിക സംവിധാനമല്ല എന്നതിൻ്റെ ശക്തമായ തെളിവാണ്. ലോകത്ത് ഏതൊരു ശക്തിയാണ് ഇങ്ങനെ നിലകൊണ്ടിട്ടുള്ളത്? വലിയ സാമ്രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്. 10, 100, 150 കൊല്ലമൊക്കെ നീണ്ടു നിന്ന സാമ്രാജ്യ ശക്തികളുണ്ടായിരുന്നു എന്നത് സത്യം. പക്ഷേ ഈ തിരുസഭയെ പോലെ 2000 കൊല്ലം കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരാൻ സഭയ്ക്ക് കഴിയുന്നെങ്കിൽ അതിൻ്റെ ഏക കാരണം അത് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് എന്നതാണ്. നാരകീയ ശക്തികളെ തോൽപ്പിച്ച, തിന്മയുടെ ശക്തികളെ തൻ്റെ കുരിശിനാൽ എന്നേക്കുമായി വിജയിച്ച യേശു മിശിഹായുടെ തുടർച്ചയാണ് സഭ എന്ന സത്യമാണ് പുതിയ നിയമം നമുക്ക് പറഞ്ഞു തരിക. പുതിയ നിയമം ശ്രദ്ധാപൂർവം വായിച്ചാൽ പുതിയ നിയമത്തിൻ്റെ അവസാനം, അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ക്രിസ്തു വിജ്ഞാനീയമല്ല, സഭാവിജ്ഞാനീയമാണ്. പുതിയ നിയമം പറഞ്ഞു വന്ന് നിൽക്കുന്ന അതിൻ്റെ ഉച്ചകോടി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചല്ല, സഭയെക്കുറിച്ചാണ് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചിന്തയാണ്. ഇത് ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ ഉത്ഥാന വിവരണങ്ങളെക്കുറിച്ചാണ് ഞാൻ പൊതുവെ പറഞ്ഞു തുടങ്ങി. ഈ ഉത്ഥാന വിവരണങ്ങൾ ഈശോ ഉത്ഥാനം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കാൻ വേണ്ടി എഴുതപ്പെട്ടതല്ല. മറിച്ച് ഉത്ഥിതനായ ക്രിസ്തുവിനെ ഇനിമേൽ അറിയേണ്ടത്, അനുഭവിക്കേണ്ടത് തിരുസഭയിലാണ് എന്ന വലിയ സത്യത്തെയാണ് ഈ സുവിശേഷ ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിനുവേണ്ടി സുവിശേഷകൻ വളരെ ശ്രദ്ധാപൂർവം, സുവിശേഷകന്മാരെല്ലാവരും ചില പ്രതീകാത്മകമായ അവതരണ ശൈലി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് ഈശോയെ, ഉത്ഥിതനായ ഈശോയെ തിരിച്ചറിയാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളത്. മഗ്ദലനാകാരി മറിയം വിചാരിച്ചു, യേശുവിനെ കണ്ടപ്പോൾ, ഉത്ഥിതനായ ഈശോയെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവൻ ആ തോട്ടക്കാരനായിരിക്കും എന്ന്. കാരണം ഈശോയെ സംസ്കരിച്ചതൊരു തോട്ടത്തിലായതുകൊണ്ട് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് ഇവൻ എന്ന് മഗ്ദലനാകാരി മറിയം വിചാരിച്ചു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുക. അതിനകത്തൊരു പ്രതീകാത്മകതയുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പറുദീസായിലെ ആദ്യത്തെ തോട്ടം, ആ തോട്ടത്തിനൊരു തോട്ടക്കാരനുണ്ടായിരുന്നു, ആദം. അവൻ മൂലം മനുഷ്യപ്രകൃതിക്ക് നഷ്ടമായ വരപ്രസാദം തിരിച്ചു തരാൻ വന്ന രണ്ടാം ആദമായ ക്രിസ്തു മറ്റൊരു തോട്ടക്കാരനാകേണ്ടതുണ്ട് എന്ന അർത്ഥകൽപ്പന യോഹന്നാൻ നടത്തിയിട്ടുണ്ടാകാം. ഞാൻ അതിനെ നിഷേധിച്ചുകൊണ്ടല്ല പറയുക. മറിച്ച് മറിയത്തിൻ്റെ ഈ ഒരു തെറ്റിദ്ധാരണ അർത്ഥപൂർണമാണ്. അവൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് പുലർകാലയായിരുന്നു.
അല്ലെങ്കിൽ ആളുകളെ നേരെ തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ ഇരുട്ടായിരുന്നുവെന്ന്, മറിയം കരഞ്ഞു കലങ്ങിയ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ കാഴ്ച സുതാര്യമായില്ല എന്നൊക്കെ പല വ്യാഖ്യാതാക്കളും അതിനെ വിശദീകരിക്കാറുണ്ട്. സമ്മതിച്ചു, മറിയത്തിൻ്റെ തെറ്റിദ്ധാരണ ആനുഷംഗികമായി യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാരോ ഒരൊഴിവുകഴിവും പറയാനാവാത്ത വിധത്തിൽ അവർ ക്രിസ്തുവിനെ അപരിചിതനായി കരുതുന്നു എന്നതാണ് സത്യം. അവർ പകലന്തിയോളം വഴിയിൽ ഉടനീളം യേശുവിനോടൊത്ത് സംസാരിച്ചു എന്ന് മാത്രമല്ല, ആ യേശുവിനെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചത്. പ്രവചനങ്ങളിലും തിരുലിഖിതങ്ങളിലും രക്ഷകനെ കുറിച്ച് എഴുതപ്പെട്ടത് അത്രയും കർത്താവ് തന്നെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ടും അവർക്ക് യേശു പറയുന്നതിൻ്റെ അർത്ഥമോ പറയുന്നവൻ ക്രിസ്തുവാണ് എന്ന സത്യമോ മനസ്സിലായില്ല എന്ന് സുവിശേഷകൻ പറയുമ്പോൾ നാം തിരിച്ചറിയുന്നു, ഈ അപരിചിതത്വം എന്ന് പറയുന്നത്, ഉത്ഥിതനെ തിരിച്ചറിയുന്നതിനുള്ള ഈ വൈഷമ്യം എന്ന് പറയുന്നത് കേവലം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എന്ന് വ്യക്തമാകും. വീണ്ടും തിബേരിയാസ് കടൽ തീരത്ത് മിശിഹാ തൻ്റെ ശിഷ്യന്മാർക്ക് 3-ാം വട്ടം പ്രത്യക്ഷപ്പെടുന്ന രംഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ, കടൽ തീരത്ത് നിന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചവനെ കേവലം ഒരു ചെറുപ്പക്കാരനായിട്ടോ അതല്ല എങ്കിൽ ആ കടൽ തീരത്ത് കച്ചവടം നിയന്ത്രിക്കുന്ന ഒരു കങ്കാണിയായിട്ടോ മാത്രമേ അപ്പസ്തോലന്മാർ വിചാരിച്ചുള്ളൂ. അത് യേശുവാണെന്ന് തിരിച്ചറിയാൻ അപ്പസ്തോലന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് സത്യം. ഈ അപരിചിതത്വം, ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള ഈ വൈഷമ്യത്തെ ആധാരമാക്കി നിർത്തിക്കൊണ്ട് സുവിശേഷകന്മാർ വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ സത്യം, മരിച്ചവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എങ്കിലും മരിച്ചവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ചില അടിസ്ഥാന വ്യത്യാസങ്ങളുണ്ട്. ഇന്നലെ രാത്രി കിടന്നുറങ്ങി നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുഖവും കഴുകി കയ്യും വീശി ഇങ്ങോട്ട് വരുന്നത് പോലെ 10-36 മണിക്കൂർ നീണ്ട ഒരു ഉറക്കത്തിന് ശേഷം മിശിഹാ കല്ലറയുടെ മൂടിയും എടുത്തു മാറ്റി പയ്യെ ഇറങ്ങി വന്നതല്ല ഉത്ഥാനം എന്ന് പറയുക. ഉത്ഥാനത്തിന് അത്ഭുതാവഹമായ ചില വ്യതിരിക്തതകൾ യേശുവിൻ്റെ അസ്തിത്വത്തിൽ വരുത്താൻ കഴിഞ്ഞു എന്ന സത്യം സുവിശേഷകൻ പറഞ്ഞു തരികയും, അതുകൊണ്ട് മരിച്ചവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്, സുവിശേഷകൻ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഉത്ഥിതന്റെ കൈകാലുകളിൽ ആണിപ്പാടിൻ്റെ പഴുതുകളുള്ളത് ശിഷ്യർക്ക് കണ്ടു ബോധ്യപ്പെടാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് മരിച്ചവൻ തന്നെ ഉയർത്തെഴുന്നേറ്റത് ഒരു സംശയവും ഇല്ല. പക്ഷേ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അവൻ്റെ ആ പ്രയാണം കേവലം ഒരു ഉറക്കം തെളിഞ്ഞുള്ള എഴുന്നേറ്റുവരവ് മാത്രമല്ല. അല്ലെങ്കിൽ ഈശോ ലാസറിനെ ഉയർപ്പിച്ചതുപോലെയോ നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെയോ ജായിറൂസിൻ്റെ മകളെ ഉയർപ്പിച്ചതുപോലെയോ ഈ മാനുഷിക അവസ്ഥയിലേക്കുള്ള വീണ്ടും ഒരു തിരിച്ചുവരവായിരുന്നില്ല യേശുവിൻ്റെ ഉത്ഥാനം. മറിച്ച് യേശുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ അനന്തമായ സാധ്യതയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം, ഒരു പ്രവേശനമായിട്ട് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഉത്ഥിതനെ ഇനിമേൽ തിരിച്ചറിയേണ്ടത്, ഇതുവരെയും ഉത്ഥിതനെ തിരിച്ചറിയുന്ന എങ്ങനെയാണ്? യേശുവിനെ കേട്ടോണ്ട്, യേശുവിനെ കണ്ടോണ്ട്, യേശുവിനെ തൊട്ടറിയാം, യേശുവിൻ്റെ ഒപ്പം നടക്കാം, ഇരിക്കാം. അതൊക്കെയായിരുന്നു ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള, അവനെ അനുഭവിക്കാനുള്ള വഴി. അതേസമയം സുവിശേഷകന്മാർ പറഞ്ഞു തരിക, ഇനിമേൽ ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള വഴികൾ വ്യത്യസ്തമാണ്. മഗ്ദലനാകാരി മറിയം എങ്ങനെയാണ് യേശുവിനെ തിരിച്ചറിയുക? വചനം ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യേശു അവളെ മറിയം എന്ന് വിളിച്ച് കേട്ടപ്പോഴാണ് അവൾ ഹെബ്രായ ഭാഷയിൽ റബ്ബൂനി, എൻ്റെ ഗുരുവേ എന്ന അർത്ഥത്തിൽ തിരികെ വിളിക്കും. അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞത് യേശുവിൻ്റെ വചനം കേട്ടിട്ട്. അതുകൊണ്ട് ഉത്ഥിതനെ തിരിച്ചറിയാനുള്ള ആദ്യത്തെ വഴി ദൈവവചനം കേൾക്കുക എന്നുള്ളത്. വീണ്ടും
എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴാണ് എന്ന് വചനം പറയുന്നു. അത് കൂദാശകളുടെ ഒരു തലമാണ്. പരിശുദ്ധ കുർബാന എന്ന കൂദാശ മാത്രമല്ല, വിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ്. സകല കൂദാശയും സന്നിവേശിപ്പിക്കപ്പെടുന്ന അത്ഭുതമാണ് എമ്മാവൂസിൽ സംഭവിക്കുന്നത്. മിശിഹ കൗദാശികമായിട്ട് ഇനിമേൽ ഉത്ഥിതനെ അനുഭവിക്കാൻ വിശ്വാസിക്ക് സാധിക്കും എന്ന് സുവിശേഷകൻ പറഞ്ഞു തരിക. വീണ്ടും മൂന്നാമത്തെ യാഥാർത്ഥ്യം എന്ത്? എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ കൗദാശികമായിട്ട് അനുഭവിച്ചതെങ്കിൽ തിബേരിയാസ് കടൽ തീരത്തെ ശിഷ്യന്മാരെങ്ങനെ അനുഭവിക്കുക? അവർ യേശുവാണ് അത് എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? വചനം പറയുന്നു, 153 മത്സ്യങ്ങൾ നിറഞ്ഞ വലിയ വല കണ്ടപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പറഞ്ഞു, അത് സത്യമായും കർത്താവാണ് എന്ന്. 153 മത്സ്യങ്ങൾ നിറഞ്ഞ ഈ വല എന്തിൻ്റെ പ്രതീകമാണെന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഈ വല തിരുസഭയുടെ പ്രതീകമാണ്. ലോകത്തെ സകല ജനപദങ്ങളെയും ഉൾക്കൊള്ളാൻ ദൈവം ഒരുക്കിയ വലയാണ് തിരുസഭ. അതുകൊണ്ട് വചനം, കൂദാശ ഇവ രണ്ടും നമുക്ക് തരുന്ന തിരുസഭ. ഈ വചനവും കൂദാശയും തിരുസഭയുമാകുന്ന അടിസ്ഥാന ത്രയങ്ങളിലാണ് ആത്യന്തികമായി ഉത്ഥിതൻ എന്ന യാഥാർത്ഥ്യത്തെ സുവിശേഷം ഒരുക്കുക. ദൈവശാസ്ത്രപരമായി തിരുസഭ എന്ന സത്യത്തെ എങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരിക. അതായത് തിരുസഭ എന്ന സത്യം അതൊരു പ്രസ്ഥാനമല്ല, അത് ഈശോ മിശിഹ തന്നെയാണ് എന്നാണ് സുവിശേഷകൻ പറഞ്ഞു തരിക. മഗ്ദലന മറിയത്തോട് ഈശോ പറയുന്നുണ്ട്, എന്നെ തുടരുത്. തോമാസിയായോട് ഈശോ പറഞ്ഞു, എന്നെ തൊട്ടോളാൻ പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പലപ്പോഴും പലരും വാദിക്കാറുണ്ട്. പക്ഷെ രണ്ടിടത്തും ഈശോ പറയുന്ന ഒന്ന് തന്നെ. മഗ്ദലന മറിയത്തോട് ഈശോ പറഞ്ഞു, മറിയമേ നീ എന്നെ തുടരുത്, മറിച്ച് നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോവുക. മറിയത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയെ ഈശോ തിരുത്തുകയാണ്. ഇതുവരെയും ഉത്ഥാനത്തിന് മുമ്പ്, കുരിശുമരണത്തിന് മുമ്പ് യേശുവിനെ മറിയം അനുഭവിച്ചിരുന്നത് യേശുവിൻ്റെ തൊട്ടടുത്തിരുന്ന് യേശുവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് യേശുവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് യേശുവിനെ മറിയം അനുഭവിച്ചിരുന്നത്. എങ്കിൽ യേശു അവളോട് പറയുക, മറിയമേ നിന്റെ ധാരണ നീ തിരുത്തണം. ഉത്ഥാനത്തിന് മുമ്പ് ഞാൻ താടിയും മീശയുമുള്ള ചുവന്ന ഷാള് പുതച്ച വെള്ള ഉടുപ്പിട്ട ഒരു യഹൂദ ചെറുപ്പക്കാരൻ്റെ ഇമേജറി ആയിരുന്നു നിന്റെ മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ ഇനിമേൽ നീ എന്നെ ഗ്രഹിക്കേണ്ടത് അങ്ങനെയല്ല. ഇനിമേൽ നീ എൻ്റെ ചുറ്റും തട്ടിമുട്ടി നിൽക്കരുത്, നിന്നിട്ടൊരു കാര്യവും ഇല്ല. മറിച്ച് നീ എന്താ ചെയ്യേണ്ടത്? നീ എൻ്റെ സഹോദരന്മാരുടെ കൂട്ടായ്മയിലേക്ക് പോവുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുക. You shall not cling unto me, rather turn to my brethren. നീ എൻ്റെ അടുക്കൽ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കാതെ മറിയമേ, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇനിമേൽ എന്നെ അറിയാനും അനുഭവിക്കാനുമുള്ള വഴി എന്ന് പറയുന്നത് എൻ്റെ സഹോദരന്മാരുടെ കൂട്ടായ്മ. അത് മറ്റൊന്നുമല്ല, തിരുസഭ. തോമാസിയായോട് ഈശോ ഇത് തന്നെയാ പറയുക. തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദോസ് ഹു ബിലീവ് ഇൻ മീ വിത്തൗട്ട് സീയിങ് മീ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അവനെ കാണാതെ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് തിരുസഭ എന്ന് പറയും. അതുകൊണ്ട് ഇനി ആരും യേശുവിനെ പണ്ട് സിനിമയിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ പടങ്ങളിൽ കണ്ടതുപോലെയോ താടിയും മീശയുമുള്ള അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തിയ വെള്ളയുടുപ്പിട്ട ചുവന്ന ഷാള് പുതച്ച കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു ഈശോയെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഈശോ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു എന്നും ആരും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അങ്ങനെയുള്ള ഒരു ദർശനത്തിന്റെ വിഷയമല്ല ഇനിമേൽ യേശു എന്നാണ് സുവിശേഷങ്ങൾ പറഞ്ഞു തരിക. ഇനിമേൽ യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തിരുസഭയിലേക്ക് തിരിയണം. ഈ തിരുസഭയില് തിരുവചനം സ്വീകരിക്കണം.
ഈ തിരുസഭയിലെ വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കണം. ഈ തിരുസഭയാകുന്ന ക്രിസ്തുവിൻ്റെ തുടർച്ചയിൽ ജീവിക്കണം. ഇതാണ് പുതിയ നിയമത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പുതിയ നിയമം ക്രിസ്തുവിജ്ഞാനീയത്തെ സഭാവിജ്ഞാനീയമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, ക്രിസ്തു എന്നത് 2000 കൊല്ലം മുമ്പ് മരിച്ച് ഇല്ലാണ്ടായിത്തീർന്ന ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്ര പുരുഷൻ എന്നുള്ളതല്ല ബൈബിളിൻ്റെ ഭാഷ്യം. മറിച്ച് മഹാത്മാഗാന്ധി, നമുക്കറിയാം, ഗാന്ധി 1948 ജനുവരി 30 വെടിയേറ്റി മരിച്ചു. ഗാന്ധി ചെയ്ത മഹത്തായ ത്യാഗങ്ങൾ, ഭാരതത്തിന് വേണ്ടി ചെയ്ത വലിയ സേവനങ്ങൾ, അതിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരു ജനം അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി കരുതി. അതുപോലെ ക്രിസ്തു 2000 കൊല്ലം മുമ്പ് നമുക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്തു. ആ ത്യാഗത്തെ നമ്മൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് കുറേ പേര് യേശുവിനെ ആദരിക്കുന്നു. അതാണ് സഭ എന്നാരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഈ സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ തുടർച്ചയാണ്. ഉത്ഥിതനായ ഈശോ ഇന്ന് നമുക്ക് സമകാലീനനായി സംലഭ്യനാകുന്നത്, യേശു ഇന്നും ജീവിക്കുന്നത് തിരുസഭയിലാണ്. അതുകൊണ്ടാണ് തിരുസഭയെ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പൗലോസ് അപ്പോസ്തലൻ സുന്ദരമായി വിശേഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ തിരുശരീരമാണ് സഭ എന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണം അതാണ്. ക്രിസ്തുവിൻ്റെ ശരീരം വിശുദ്ധ കൂദാശ, വിശുദ്ധ കുർബാനയാണ് എങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് തിരുസഭ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ഒരേ സമയം ക്രിസ്തു വിശുദ്ധ കുർബാനയായി, വിശുദ്ധ വചനമായി, തിരുസഭയായി നമുക്ക് സംലഭ്യമാകുന്നു എന്ന വലിയ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തിരുസഭ എന്ന് പറയുമ്പോൾ ചിലർ പറയും, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷേ ഈ സഭാ സംവിധാനത്തോടൊന്നും എനിക്കൊരു സ്നേഹവും ഇല്ല, എനിക്കങ്ങനെ ഒരു താല്പര്യവും ഇല്ല, ഞാൻ അങ്ങനെ അതിനകത്തൊന്നും വിശ്വസിക്കുന്നുമില്ല എന്ന് പറയുന്നവർ ക്രിസ്തു എന്ന സത്യത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട്. തീർച്ചയായും സഭയിലെ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകൾക്കും ദർശനങ്ങൾക്കും വിരുദ്ധമായി സംഭവിക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ മനുഷ്യർ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുക. പക്ഷേ സകലരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഈ സഭ എന്ന് പറയുന്നത് ഏതാനും ചില മനുഷ്യ വ്യക്തികൾ ചേർന്ന് തട്ടിക്കൂട്ടിയ ഒരു സംവിധാനമോ സംഘടനയോ അല്ല, മറിച്ച് അത് ക്രിസ്തുവിൻ്റെ സമകാലീനമായ അസ്തിത്വമാണ് സഭ എന്ന് നാം തിരിച്ചറിയണം. ഉത്ഥിതനായ ക്രിസ്തു നമുക്ക് തന്നെ സംലഭ്യമാക്കുന്ന യാഥാർത്ഥ്യമാണ് തിരുസഭ എന്ന സത്യത്തെ നാം മനസ്സിലാക്കും. ഈ തിരുസഭയിൽ ക്രിസ്തുവും ജനവും തമ്മിലുള്ള, ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ആടുകൾ എന്ന ഒരു വലിയ പ്രതീകവൽക്കരണത്തിലൂടെയാണ്. ഇടയനും ആടുകളും, തിരുസഭയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ വിശേഷിപ്പിക്കുന്ന അങ്ങനെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാചകങ്ങളിൽ ഈശോ താൻ നല്ല ഇടയനാണ് എന്ന സത്യത്തെ അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ, ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ പുതിയ ദൈവജനത്തിൻ്റെ ഇടയനാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട നാമെല്ലാം അവിടുത്തെ ആടുകളുമാണ്. പഴയ നിയമത്തിൽ മുതലേ ഉള്ള ഒരു വലിയ പ്രതീകമാണ്, ഒരു ഇമേജറിയാണ് ദൈവജനം ദൈവത്തിൻ്റെ ആടുകളും ദൈവം ഇടയനുമാണ് എന്ന ചിത്രം. എന്താണ് ഈ ആടുകൾ എന്ന് മാത്രം ഇങ്ങനെ സൂക്ഷ്മമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അതിന് വലിയ അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നാം ദൈവത്തിൻ്റെ പശുക്കളാണെന്നോ ദൈവത്തിൻ്റെ പോത്തുകളാണെന്നോ ഒന്നുമല്ല ബൈബിൾ പറയുക. ആടുകൾ എന്ന് അനിവാര്യമായി പറഞ്ഞിരിക്കുന്നു. വേറെ ഒരു ജീവികളുമായിട്ടും ദൈവജനത്തെ താരതമ്യം ചെയ്യാതെ ഈ ആടുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഇടയസങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്കറിയാം. കാരണം ഇസ്രായേൽക്കാർ ആദിമ കാലത്ത് ആടുമേയിച്ച് ഉപജീവനം കഴിച്ചവരായതുകൊണ്ട് അവരുടെ മനസ്സിൽ പതിയുന്ന ശക്തമായ ഒരു പ്രതീകം ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെതാണ് എന്നത് സത്യം.
എന്താണ് ഈ ആടുകളുടെ പ്രത്യേകത എന്നാലോചിച്ചാലാണ് ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ ആടുകൾ എന്ന് വിളിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ആടുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചില പ്രത്യേകതകൾ കണ്ടെത്താൻ പറ്റും. ഒന്നാമതായി പറഞ്ഞാൽ, ഈ ആടുകൾ ഒരു വക പറഞ്ഞാൽ അനുസരിക്കുന്ന ജീവികളല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ സർക്കസ് കൂടാരത്തിലേക്ക്, അവിടെ ആനയെ പരിശീലിപ്പിച്ച് ആനയെ കൊണ്ട് സൈക്കിൾ ചവിട്ടിക്കുന്ന കാണാം, കണ്ടിട്ടില്ല? വീണ്ടും നിങ്ങൾ ആനയെ കൊണ്ട് ഫുട്ബോൾ കളിപ്പിക്കുന്ന കാണാം. സിംഹത്തെ, കരടിയെ ഒക്കെ ചുമ്മാ വലിച്ചു കെട്ടി ഒരു കയറേക്കട നടത്തിക്കുന്ന കാണാം, വളയത്തിക്കട ചാടിക്കുന്ന കാണാം. പല പ്രകടനങ്ങൾ ഈ കണ്ട ഹിംസ്ര മൃഗങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നമ്മൾ കാണും. പക്ഷെ ആരും ഒരിക്കലും ഒരാടിനെയും ഒരു സർക്കസിലും ഒരു പ്രകടനവും നടത്തുന്നത് കണ്ടിട്ട് കാണില്ല. കാരണം വളരെ ലളിതമാണ്, ഈ ആടിനെ ഒരു വക പരിശീലിപ്പിക്കുക സാധ്യമല്ല എന്ന്. ആട് ഒരു പരിശീലനത്തിനും വിധേയമാകിയ, ആടിനോട് എന്നാ പറഞ്ഞാൽ അതിന് തോന്നിയത് അത് ചെയ്യും. ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ ജനമായ നമ്മെ ആടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തമ്പുരാന്റെ രക്ഷാകര പദ്ധതിയോട് നിരന്തരമായി മറുതലിക്കുന്ന നമ്മുടെ മനോഭാവത്തെ ആയിരിക്കാം ഒരുപക്ഷെ ദൈവം ആടുകൾ എന്ന് വിശേഷിച്ചപ്പോൾ വ്യക്തമാക്കിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വീണ്ടും ഈ ആടുകളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യം, ഈ ആടിന് പ്രതിരോധ ശേഷി വളരെ കുറവാണ്. തള്ളയാടുകൾക്കൊന്നും ശരിക്കൊന്നും ഓടാൻ പോലും പറ്റിയത്, വലിയൊരു വയറുകൊണ്ട് വളരെ കഷ്ടിച്ച് 4 കാലുകൾ ഇങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ. സ്പീഡിൽ ഓടിയാൽ ഇത് പിടച്ച് വീഴാൻ തക്ക ആരോഗ്യമേ ഇതിനുള്ളൂ. ഇതിൻ്റെ കൊമ്പാണെങ്കിൽ കഴുത്തേലോട്ട് പറ്റിച്ചേർന്ന് കിടക്കുന്ന വിധത്തിലാണ് കൊമ്പ്. ഈ കൊമ്പ് കൊണ്ട് ശത്രുമൃഗത്തെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ ആടിന് കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ആടിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു കുറുക്കനോ നായയോ വന്നാൽ ആടിനെ നിഷ്പ്രയാസം കടിച്ച് കൊല്ലാനും എടുത്തുകൊണ്ട് പോകാനും പറ്റും. ആടിന് പ്രതിരോധ ശേഷി വളരെ കുറവ്. അതുപോലെ തന്നെ ആടിന് കാഴ്ച ശക്തി, ദീർഘദൃഷ്ടി കുറവാണെന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആടിൻ്റെ അടുത്തേക്ക് വല്ലതും ചെല്ലുമ്പോൾ, ആടിനെ വളർത്തി ശീലമുള്ളവർക്കറിയാം, ആടിൻ്റെ അടുത്തേക്ക് വല്ലതും ചെല്ലുമ്പോൾ ആടിങ്ങനെ തലയെടുത്ത് പിടിച്ച് നോക്കി നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ആടിന് ഒരു 10-20 മീറ്റർ അപ്പുറത്തേക്ക് കൃത്യമായി കാഴ്ചയില്ല. ആളുകൾ അടുത്തെത്തി കഴിയുമ്പോഴാണ് ആട് വാലാട്ടുകയും തലയാട്ടുകയും സ്നേഹപ്രകടനമൊക്കെ ചെയ്യുന്ന കാണുക. കാരണം ആടിൻ്റെ കാഴ്ചക്കുറവാണ്. അതുകൊണ്ട് തന്നെ മുമ്പിൽ പോകുന്ന ആട് ഒരു 10-20 മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറകെ പോകുന്ന ആടിന് ഒരു ദിക്കും തിരിയുന്നില്ല, എങ്ങോട്ട് ആട് പോയെന്ന് പിടിയില്ല. അത് വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണം, കൂട്ടം തെറ്റാൻ ആടിന് വളരെ സാധ്യത കൂടുതലാണ്. കാരണം അതിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. തിരുസഭയെ സൂചിപ്പിക്കാൻ ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ പ്രതീകം എന്തുകൊണ്ടാണ് ക്രിസ്തു ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കും. വീണ്ടും ഈ ആടിനെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ആട് എന്നതാ തിന്നേണ്ടത്, തിന്നാൻ പാടില്ലാത്തത് എന്ന് ആടിനൊരു വെളിവുമില്ല. ആട് കണ്ണി കണ്ടതെല്ലാം തിന്ന് അങ്ങ് പോകും, ഇല്ലയോ? വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ആട് തിന്നും. പകൽ മുഴുവൻ ഇരുന്ന് തിന്നുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ റബ്ബറിൻ്റെ ഇലയും കപ്പയിലയും എല്ലാം തിന്നിട്ടുണ്ടാകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആടിൻ്റെ വയറങ്ങ് കമ്പിക്കും, അത് പിടച്ചു വീഴും, കാറി നിലവിളിക്കും, ബേന്ന് നിലവിളിച്ച് അത് മിക്കവാറും ചത്തുപോകും. എന്തുകൊണ്ടാണ്? ഇതിനറിയത്തില്ല ഇത് ഏതൊക്കെ ഇലയാണ് ഗുണകരം ഏതൊക്കെയാണ് ദോഷകരം എന്നറിയാൻ മേലാത്തത് കൊണ്ട് ഇതിൻ്റെ വയററിയാതെ ഇതങ്ങ് തിന്നുവിടും. ത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി ആടിന് ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. വീണ്ടും ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകത കൂടി ആടിനെ കുറിച്ച്, ഒരു പ്രത്യേകത കൂടി എങ്കിലും പറയാൻ പറ്റും. അതായത് ആട് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാണും. ഈ ആടിൻ്റെ വെള്ളം നിങ്ങൾക്ക് പോത്തിന്, എരുമയ്ക്ക് ഒക്കെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ, പശു ഒക്കെ പിണ്ണാക്കൊക്കെ ഇട്ട് ഇളക്കി മറിച്ച് കൊടുത്താൽ അവയ്ക്ക് ഇരട്ടി ആനന്ദമാണ്. അവ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതേസമയം ആടിൻ്റെ വെള്ളം നിങ്ങൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ ആട് കുടിക്കുക. കാരണം ആടിൻ്റെ മൂക്ക് വളരെ താഴ്ന്നാണിരിക്കും. അത് ജലപ്പരപ്പിൽ നിന്ന് ആ മൂക്കിനെ വേർതിരിക്കുന്ന ഒരു നേർത്ത പാടയേ ഉള്ളൂ. ഒരു ചെറിയ ഓളം പോലും അതിൻ്റെ മൂക്കിൽ വെള്ളം കയറും,
ആടിന് തുമ്മലുണ്ടാകും, ആട് വെള്ളം കുടിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവിനെ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിച്ചു.